നീ ഇതുവരെ ഉറങ്ങിയില്ലേ? നീ പോയി നിന്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് വാ. നീ പറഞ്ഞല്ലോ കുറേ നാളായി നിന്റെ അച്ഛനെ കണ്ടിട്ടെന്ന്. എനിക്കറിയാം നിന്നെ കാണുമ്പോൾ നിന്റെ അച്ഛന് കുറേ ആശ്വാസം ഉണ്ടാവുമെന്ന്. പോയിട്ട് വാ. തിരിച്ചു വരുമ്പോഴേക്കും ഞാനെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. ഔസേപ്പേട്ടാ, ഒന്നും വേണ്ട. ഇതുവരെ എനിക്കെല്ലാം തമാശയായിരുന്നു മോനെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എൻ്റെ മക്കളുടെ കയ്യിൽ നിന്ന് ആ പണം എനിക്ക് വേണം. എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മക്കൾ എന്നെ അർഹിക്കുന്നില്ല. അറിയിക്കുന്നത് നീ മാത്രമാണ്. ഔസേപ്പേട്ടാ. അതേടാ, ഞാൻ ശരിക്കും എൻ്റെ മക്കളെ തോപ്പിക്കാൻ പോകുന്നു. ഞാൻ ആരാണ് അവരറിയാൻ പോകുന്നു. നോക്കിക്കോ. ഞാൻ പറഞ്ഞു, ഒന്നുകിൽ ഈ വീടിന്റെ പറമ്പിന്റെ വില തരണം, അല്ലെങ്കിൽ വീട് ഒഴിയണം. അപ്പൊ ഞങ്ങൾ എങ്ങോട്ട് പോകും? എനിക്കതറിയണ്ട. ഈ വീടും പറമ്പുകൈ എന്റെ പേരിലാണെന്ന കാര്യം ഓർമ്മയുണ്ടല്ലോ. ഒന്നോർത്തോ, അമ്മയ്ക്കും തിരിച്ച് കേസ് കൊടുക്കാം ഞങ്ങൾക്ക് ചെലവിന് കിട്ടാൻ. അത് ചെയ്യാത്തത് നിങ്ങളാ ഞങ്ങളുടെ അച്ഛന് കുറച്ചുകൂടി ആൾക്കാരറിയും. അത് ഞങ്ങൾക്ക് നാണക്കേടാ. അത് ശരിയാ. അച്ഛന്റെ സ്ഥാനത്ത് ഒരാണല്ലെങ്കിൽ അത് നമുക്ക് മഹാ നാണക്കേടാ. കാണിച്ചു തരാടാ നിന്നേക്കും. എല്ലാത്തിനെയും ഞാൻ കോടതി ഏറ്റു. അച്ഛനിനി വേറെന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. എല്ലാം എൻ്റെ തെറ്റാ. ഞാൻ നിന്നെ ശ്രദ്ധിച്ചില്ല, പഠിപ്പിച്ചില്ല. എന്തിന് നിന്റെ നേരെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയത് പോലുമില്ല. ഈ അച്ഛനോട് പൊറുക്കടാ മോനെ. അച്ഛൻ ഇപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട. ഞാൻ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരും. അച്ഛൻ നമ്മുടെ പഴയ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. മോനെ, അതിനുള്ള പണം അതിനുവേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് അറിയാൻ പാടില്ല അച്ഛാ. പക്ഷെ അച്ഛനെ പോലെ വേറൊരാൾക്ക് ജയിക്കാൻ വേണ്ടി കൂടിയാ. എല്ലാം ഞാൻ അച്ഛനെ വിളിക്കാൻ വരുമ്പോൾ പറയാം. നീ ഇത് പറഞ്ഞല്ലോ, അത് മതി. ഞാൻ വരും അച്ഛാ, ഞാൻ വരും. പോട്ടെ ഇപ്പോൾ. എന്താ വാതിലൊക്കെ തുറന്നിട്ടേക്കുന്നു? ഔസേപ്പേട്ടാ, 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 ഔസേപ്പേട്ടാ. ഇതെവിടെ പോയി? ഔസേപ്പേട്ടാ. നിങ്ങൾ പറയുന്ന പോലെ അവിടെ ബലപ്രയോഗം നടന്ന ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കും. ഔസേപ്പേട്ട മിസ്സിംഗും ആയിരിക്കും എന്നും പറഞ്ഞ് ഔസേപ്പേട്ടന് എന്തോ അപകടം പറ്റിയെന്ന് എങ്ങനെ വിശ്വസിക്കും? താനെന്താ ഉദ്ദേശിക്കുന്നത്? ഇതുപോലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയല്ലേ ഔസേപ്പേട്ടൻ ആദ്യം സ്വന്തം വീട്ടിൽ നിന്ന് മുങ്ങിയത്. അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞതാ അയാൾ പാഷാണത്തി കൃമിയാണ്, സൂക്ഷിക്കണമെന്ന്. അതുപോലെ തന്നെ ഇപ്പോഴും അങ്ങേരെ നിങ്ങളുടെ അടുത്ത് നിന്ന് മുങ്ങി. വിനീത, ഔസേപ്പേട്ടനെ ആരെ പറ്റിച്ചാലും എന്നെ പറ്റിക്കില്ല. ഞാൻ ആ മനസ്സ് കണ്ടിട്ടില്ല. ഒരുപക്ഷെ ഞാനേ കണ്ടിട്ടുള്ളൂ. ഇതെന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്, എനിക്ക് ഉറപ്പാ. വിചാരിച്ച ഇനി നമ്മുടെ മുമ്പിൽ ഒരു മാർഗമുള്ളൂ. എന്താ? അപ്പനെ ആദ്യം തട്ടിക്കൊണ്ടുപോയത് നിങ്ങളാ, ഇപ്പൊ തട്ടിക്കൊണ്ടുപോയത് നിങ്ങളാ. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് എല്ലാം ഇവിടെ ഒന്ന് തുറന്നു പറയായിരുന്നു. സെൻസിബിളായിട്ട് ആലോചിക്കും ജോർജി. അവർ പറഞ്ഞതിലും കാര്യമുണ്ട്. സാറേ, ഇനിയെല്ലാം നിങ്ങൾ പോലീസുകാരോട് പറഞ്ഞോളൂ. ഞങ്ങളുടെ കാര്യം നോക്കണ്ട, ഔസേപ്പേട്ടൻ്റെ കാര്യം മാത്രം. എല്ലാ തെമ്മാടിത്തരത്തിനും തുടക്കമിട്ടിട്ട് ഇനിയും ഇയാൾ ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നു. നീ ഇങ്ങനെ ചൂടാവാതെ കൂൾ ഡൗൺ. നമുക്ക് ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. നമുക്ക് സമാധാനമായിട്ട് ആലോചിക്കാം.
ഫോൺ എടുക്ക. ഹലോ, ആരാ? ഹലോ ഹലോ, നിങ്ങൾ ആരാ? ഹലോ ഹലോ ഹലോ. എന്താ എന്ത് പറ്റി? അപ്പച്ചൻ അവരുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. ജീവനോടെ തിരിച്ചു കിട്ടണമെങ്കിൽ 50 ലക്ഷം രൂപ വേണമെന്ന്. മറ്റന്നാൾ രാത്രി 12 മണിക്ക് പാലത്തിന്റെ അടുത്തുള്ള ബണ്ട് റോഡിൽ പണം എത്തിക്കാൻ. ഞാൻ ഊച്ച പോലെ തന്നെയാണ് സാർ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഔസേപ്പേട്ടനെ ആരോ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. സാറേ, എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുന്നതാണ് നല്ലത്. ഹലോ, ചെയ്തു തന്ന ഉപകാരത്തിന് നന്ദി. ഇനി കൂടുതൽ അഡ്വൈസ് ഒന്നും വേണ്ട. അല്ല സാർ. സാറ് നമുക്ക് TV കൊടുത്താലോ? ഇറങ്ങി പോടാ പുറത്ത്. എന്ത് ചെയ്യണം ചെയ്യണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നിന്നോടൊക്കെ പോവല്ല പറഞ്ഞേ. വേണ്ടെങ്കിൽ വേണ്ട, പിന്നല്ലാതെ. ഇതാകെ കുഴയല്ലോ എൻ്റെ ഈശോ. 25 ചോദിച്ചിട്ട് ഇതിപ്പോൾ 50ആയി. ഇതാരും ഇതിൻ്റെയൊക്കെ പിന്നിൽ? വേണമെങ്കിൽ തിന്നോ. ആരാടാ? ഞാനാടാ. ആ, സാറായിരുന്നു. അപ്പന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. പുള്ളിക്ക് സംശയം വല്ലതും ഉണ്ടോ? ഏയ്, ഒരു പിടിയും കിട്ടാതെ പുള്ളി നഷ്ടത്തോണ്ടിരിക്കുക. നിങ്ങൾ അപ്പനെ കയറി പിടിച്ചപ്പോൾ പുള്ളി ഒന്ന് കൊതറി. അതാ ഞാൻ പുറകിൽ നിന്ന് വാകുത്തിയത്. അതിത്തിരി കൂടിപ്പോയി. ചുണ്ടുപൊട്ടി ഇത്രയും ചോര വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുള്ളി മരുന്ന് വയ്ക്കാൻ സമ്മതിക്കുന്നില്ല. സ്റ്റേറ്റ്സിലൂടെയൊക്കെ എൻ്റെ അനിയനാ സേവിങ്സ് കൂടുതൽ. അവൻ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്നൊക്കെ പറയുന്ന വെറുതെ. ആ നശിച്ച മദാമയെ വളച്ചുകെട്ടാൻ നോക്കിയതാ എൻ്റെ സകല നാശത്തിനും കാരണം. ആ സമയത്താ ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. 25 lakhs എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനാകെ വറീഡായിപ്പോയി. അപ്പോഴാ ആ 2 പിള്ളേരും കൂടി ഒളിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നെ അവരെ ഫോളോ ചെയ്യാൻ തോന്നിയത് ലക്ക്. അല്ലെങ്കിൽ അവരും അപ്പനും കൂടിയുള്ള ഒരു ഒത്തുകളിയായിരുന്നെന്ന് എനിക്ക് മനസ്സിലാകുമായിരുന്നു. അതാ സംഗതി പോലീസിൽ ഇൻഫോം ചെയ്യാതെ തട്ടി ഇവിടം വരെ എത്തിച്ചത്. അല്ല, എന്നാ സാർ ഞങ്ങളുടെ പേയ്മെൻറ്റ് തരിക? ധൃതി വെക്കരുത്. അപ്പനു വേണ്ടി ചില്ലിക്കാശ് പോലും മുടക്കാൻ തയ്യാറാവത്തന എൻ്റെ ബ്രദർ. 50 lakhs കേട്ടപ്പോൾ തന്നെ അവൻ ഷോക്ക്ഡാ. സമ്മതിപ്പിക്കണം, എന്ത് വില കൊടുത്തു. ഞാൻ നിങ്ങളെ ബ്ലെയിം ചെയ്യുകയല്ല. നീയും ഡേയ്സിയും കൂടി ഈ പ്രോബ്ലം ഇത്ര വഷളാക്കിയത്. ആദ്യം 25 lakhs കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തടസ്സങ്ങൾ പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്തു. ഇപ്പോൾ എമൗണ്ട് ഡബിളായി. അപ്പോ 50 lakhs എന്ന് പറയുമ്പോ നമ്മൾ 25 lakhs എടുക്കണം. 25 lakhs എന്ന് പറഞ്ഞാൽ നിയർലി $42,000. ജോർജി, ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ. ഡെയ്സി, നീ മൊട്ടക്കച്ചവടത്തിന് കണക്ക് പറയുന്ന പോലെ ഞങ്ങളുടെ അപ്പന് വിലയിടരുത്. അത്രയ്ക്ക് സ്നേഹം തന്ന അപ്പൻ ഞങ്ങളെ വളർത്തി വലുതാക്കിയത്. നിങ്ങളെക്കാൾ ഫിനാൻഷ്യൽ ക്രൈസ് ഉണ്ട് എനിക്ക്. എന്നാലും അപ്പന് വേണ്ടി എത്ര പണം മുടക്കാനും ഞാൻ തയ്യാറാണ്. അത്രയെങ്കിലും ചെയ്യണ്ടേ? അത് നമ്മുടെ ഉത്തരവാദിത്തമല്ലടാ. മാത്രമല്ല, നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ അമ്മച്ചിയുടെ ആത്മാവ് കാണുന്നുണ്ട്. പിന്നെ ഇനിയും വൈകിയ കിഡ്നാപ്പേഴ്സ് റേറ്റ് കൂട്ടുമെന്നാണ് എൻ്റെ പേടി. ഞാൻ ചേട്ടായുടെ അത്ര സെന്റിമെന്റിലല്ല, പ്രാക്ടിക്കലാ. അതുകൊണ്ട് ചോദിക്കാം, നമ്മളിപ്പോൾ അപ്പന് വേണ്ടി 50 lakhs സ്പെൻഡ് ചെയ്തു എന്നിരിക്കട്ടെ. നാളെ അപ്പൻ ഇതുപോലെ വേറെ വല്ലവരും തട്ടിക്കൊണ്ടുപോയാൽ നമ്മൾ വീണ്ടും വരും അമേരിക്കയിൽ നിന്ന്, വീണ്ടും അപ്പന് വേണ്ടി ലക്ഷങ്ങൾ മുടക്കാൻ. എന്താടാ നീ പറയുന്നത്? നമ്മുടെ അപ്പൻ്റെ കാര്യ. എൻ്റെ സജഷൻ ഇതാ, അപ്പനെ നമുക്ക് സേവ് ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് അതിനുവേണ്ടി നമ്മൾ ചിലവാക്കുന്ന പണം നമ്മുടെ പോക്കറ്റിൽ നിന്നാവണമെന്നില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ചേട്ടായി, ഈ വീടും പറമ്പും ഇവിടുത്തെ സകല സ്വത്തും പണ്ടേ അപ്പ നമ്മുടെ പേരിൽ എഴുതി വെച്ചതല്ലേ? അതിന് നമ്മൾ ഇത് വിൽക്കുന്നു. എടാ, അപ്പം പിന്നെ ഇവിടെ താമസിക്കും. ചേട്ടായി, ഇത് കേരളമല്ലേ? ഇവിടെ പബ്ലിക് ടോയ്ലറ്റിനേക്കാൾ ഏറ്റവും കൂടുതൽ ഓൾഡ് ഏജ് ഹോംസാ. കിട്ടുന്ന കാശിൽ കുറച്ച് മുടക്കി അപ്പനെ ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിലാക്കിയാ പോരെ? ജോർജ് കുട്ടി,
മൊത്തത്തിൽ ഈ വരവ് കൊണ്ട് നമുക്ക് പ്രോഫിറ്റേ ഉള്ളൂ. ഫ്യൂച്ചറിൽ അപ്പനെ കൊണ്ട് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അതെ, ചേട്ടായി ഒന്നും പറഞ്ഞില്ല. എനിക്കൊന്നും പറയാനില്ല. എന്തു വന്നാലും അപ്പനെ നമുക്ക് രക്ഷിക്കണം. അതാണ് എനിക്ക് പ്രധാനം. മറ്റൊന്നും എൻ്റെ മുന്നിലില്ല. അച്ഛൻ വീടും സ്വത്തുമൊക്കെ സ്നേഹത്തോടെ എഴുതി തന്നാലല്ലേ അത് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയാൻ പറ്റൂ. ഇത് സ്നേഹിച്ചിട്ടില്ല ഒരിക്കലും. അങ്ങനെ ആലോചിച്ചപ്പോൾ അച്ഛൻ്റെ ഒന്നും വേണ്ടാന്ന് തോന്നി. ഞങ്ങൾ വീടൊഴിഞ്ഞു കൊടുത്തു ഹരി. ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും വിനീത? എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരവില്ല. പിന്നെ ഭൂമി ഇങ്ങനെ പരന്നു കിടക്കുകയല്ലേ, എവിടെയെങ്കിലും ഒരിടം ഞങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. തന്നോടൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. എന്നേക്കാൾ പ്രോബ്ലംസിലായതുകൊണ്ട് ഞാനത് വിടുക. ചേച്ചി പോവാൻ ചേച്ചി, വാ. പോട്ടെ. ഒരു വിളിയകലെ കനവുകൾ തേടി മറയുകയാണോ പിരിയുകയാണോ? ആ ചേട്ടാ, ആ ഗേൾ ഫ്രണ്ടിന്റെ നമ്പർ ഒന്ന് തരണേ. $10 കോടിക്കാ വീട് വെക്കാൻ കരാറായിരിക്കുന്നത്. അതിൽ 5 കോടി എനിക്ക് കിട്ടും. ഈ ഇടപാടിലും 25 lakhs എനിക്ക് ലാഭം. അതോടെ എൻ്റെ പ്രോബ്ലംസ് എല്ലാം തീരും. സാറേ ഈ പരിപാടി സ്ഥിരമാക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളും കൂടെ കൂടാം സാർ. ഒരു നല്ല പണി പഠിക്കുമ്പോൾ അത് ബെസ്റ്റ് ആശാന്റെ തന്നെ പഠിക്കണമല്ലോ. പോടാ. ഈ വീടും പറമ്പും വിറ്റതിന്റെ അഡ്വാൻസ് കിട്ടിയത് നന്നായി. അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഇടാൻ ഏതെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്യേണ്ടി വന്നേനെ. കറക്റ്റ്. 25 lakhs ഉണ്ട്. ചേട്ടായി തന്നെ ഏൽപ്പിച്ചോളൂ. എന്തായാലും പണം പാലത്തിന്റെ അടുത്ത് കൊണ്ടു ചെല്ലാനാ പറഞ്ഞത്. ജോർജി പോണ്ട. എന്തേ? അല്ല, അവിടെ വെച്ചേ വല്ല വഴക്കോ വയലൻസോ വല്ലതും ഉണ്ടായാ വേണ്ട. ജോർജി പോണ്ട പ്ലീസ്. ഒന്നാമത് ജോർജിയുടെ ഈ പ്രാവശ്യത്തെ ഇൻഷുറൻസ് പോളിസി അടച്ചിട്ടില്ല. രണ്ടാമത് ജോർജിക്ക് വല്ലതും പറ്റിയ ഫുൾ ടൈം ഞാൻ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് നടക്കേണ്ടി വരും. എന്റെ ഷെയർ വേണമെങ്കിൽ എണ്ണി നോക്കൂ. നമ്മൾ തമ്മിൽ എന്താ വിശ്വാസം ജോർജി? ഒന്നില്ലെങ്കിൽ ഒരു വയറ്റി പറഞ്ഞതല്ലേ. നീ ഇച്ചാനെ പറ്റി ഇങ്ങനെ കരുതിയത്? അല്ല, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ എനിക്ക് ചെറിയൊരു പനിയും തലവേദനയും. കാശ് കൊണ്ടു കൊടുക്കാൻ ഞാൻ വരുന്നില്ല. ഇതൊക്കെ നിന്റെ ഡെയ്സിയുടെ ബുദ്ധിയായിരിക്കുമല്ലേ. അവിടെ വല്ല വെടിയും പോകുകയുണ്ടായ അവളുടെ കെട്ടിയനൊന്നും പറ്റരുത്. ഞാൻ വടിയായിക്കോട്ടെ. കൊള്ള. എങ്കിൽ നമ്മൾ രണ്ടുപേരും പോണ്ട. പിന്നെ ആ പിള്ളേരല്ലേ എല്ലാ കുഴപ്പത്തിനും കാരണം. അവന്മാർ തന്നെ റിസ്ക് ഏറ്റെടുക്കട്ടെ. എടാ, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സേഫ് അല്ല. ചേട്ടായി, നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ട. പണമല്ലല്ലോ, നമ്മുടെ ലൈഫല്ലേ ഇമ്പോർട്ടന്റ്. നീ പറയുന്നതിൽ കാര്യമില്ലാതില്ല. അപ്പോ അവന്മാരെ വിളിക്കാല്ലേ? അവന്മാരെ കാണുന്നില്ലല്ലോ. അയ്യോ, എന്താ അവസരപ്പെട്ടത്? അവര് ഉപദ്രവിച്ച അവസരപ്പെട്ട? ഇല്ല മോനെ. വാ, നമുക്ക് ആശുപത്രി പോവാം. വേണ്ട. അവസരപ്പെട്ട ആരാ ഇതിന്റെ പിന്നിൽ? ആർക്കറിയാം. എല്ലാം ഞാൻ കാരണല്ലേ. നാളെ ഞാൻ ചെല്ലുന്ന കാത്തിരിക്കുക. അച്ഛൻ കൊണ്ടുപോകാനൊരിടല്ലെങ്കിലും ചെന്നേ പറ്റൂ. ഒരു വിഷമം മാത്രമുള്ള അവസരപ്പെട്ട
ഇങ്ങനെ വഴിയിൽ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നാൽ എന്നോട് പൊറുക്കണം. രാജ, നീ കൂടെ ഉണ്ടാവണം. വണ്ടി എടുക്ക. നീ പോയിട്ട് വാ മോനെ. ഇതെന്തു പറ്റി? അപ്പനവർ തല്ലിയോ? ഇല്ല, തല്ലിയിട്ടുണ്ട്. ജോർജി, വണ്ടി എടുക്കണം, ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ പേടിക്കാം. വേണ്ടടാ മോനെ. അപ്പൻ അങ്ങനെയൊക്കെ പറയും. നീ വണ്ടി എടുക്കടാ. വേണ്ട മക്കളെ, അപ്പനൊന്നിരിക്കണം, കുറച്ച് വെള്ളം കുടിക്കണം. പതുക്കെ. വെള്ളം. അപ്പൻ ഓക്കെ അല്ലേ?